ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ രേവതി വീട്ടിൽ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ സച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ലക്ഷ്മി അമ്മയും ദേവും എല്ലാം സംസാരിച്ചത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല സങ്കടം വന്നു. അപ്പോൾ രേവതി ഇങ്ങനെ പറയാണ്, ഓക്കെ എല്ലാം ഞാൻ ക്ഷമിക്കാം, എൻ്റെ സ്വന്തം വീടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. കല്യാണത്തിന് ശേഷം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ ഓരോന്നിരുന്ന് ആലോചിക്കുകയാണ്. കല്യാണക്കാര് മുടങ്ങിയതും കല്യാണക്കാര് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ കാര്യമൊക്കെ ബ്രോക്കർ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ഫോണിലേക്ക് ശ്രുതിയുടെ കോൾ വരാണ് കേട്ടോ. അങ്ങനെ ഫോൺ എടുത്തപ്പോൾ പറയുകയാണ്, ഞാൻ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിന്ന്. അപ്പോൾ ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയാണ്, ആ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യത്തിന് എന്താ ഇത്ര ആലോചിക്കാൻ? നിങ്ങളുടെ ചോദ്യം സിമ്പിളായിരിക്കും, പക്ഷേ അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറയണം കേട്ടോ. സുഖാണെന്ന് ചോദിച്ചാൽ ഒന്നല്ലെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയാണ്, കൃത്യമായി മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. താൻ വിളിച്ച കാര്യം പറയേ. ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. എന്തിന്? അല്ല, അന്ന് എനിക്കിപ്പം പാർട്ടിക്ക് വന്നില്ലേ, അതിന്. അത് അന്നേ പറഞ്ഞതല്ലേ, അതെന്താ ഒരു വട്ടം കൂടി പറഞ്ഞൂടെ? താങ്ക്സും സോറിയൊക്കെ പറയേണ്ട സമയത്ത് തന്നെ പറയണം, വൈകിയാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലാതെയാവുന്നൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് ശ്രുതി പറയാണ്, സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു നല്ല ദിവസമായിരുന്നു അത്, ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാകാത്ത സായാഹ്നം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയാണ്, സത്യത്തിൽ അന്നത്തെ സന്തോഷത്തിന് ഒരു സോപ്പ് കുമിളയുടെ ആയുസേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയല്ലായിരുന്നോ? തിരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്നതല്ലേ നല്ലത്. ആ ശരിയാണ്, നമ്മൾ അഭിനയിച്ചതൊക്കെ ആയിരിക്കാം, പക്ഷെ എല്ലാവരെയും പിന്നിലാക്കി നമ്മൾ ജയിച്ചില്ലേ. ഓ, അതൊരു ആകസ്മികമായ സംഭവമല്ലേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി പറയാണ്, ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും പിന്നിലെ ഒരു കാരണമുണ്ടാവും, അത് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അന്ന് തന്നെ ശ്രുതിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് ഞാൻ കണ്ടതല്ലേ, അന്ന് വെറുതെ അങ്ങനെ സംഭവിച്ചതാണെന്ന് താൻ വിചാരിക്കുന്നുണ്ടോ? താൻ പറഞ്ഞു വരുന്നത് ആക്സിഡൻറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയെന്നാണോ? അയ്യോ അങ്ങനെയല്ല, അന്നങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ നമ്മൾ തമ്മിലടുത്തത്. ശ്രുതിയും എനിക്കന്ന് കോൾ എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പാർട്ടിക്ക് പോയി, അവിടുത്തെ കോമ്പറ്റീഷൻ ജയിച്ചു. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ അന്ന് അപകടം ഉണ്ടായത് നമ്മൾ ഒരുമിച്ച് പാർട്ടിക്ക് പോകാനും ഈ മത്സരത്തിൽ ജയിക്കാനുമാണ് ഉണ്ടായതെന്നാണോ പറയുന്നത്? പറയുന്നത് കേട്ടാൽ ഞാൻ ജനിച്ചു തന്നെ തൻ്റെ കൂടെ പാർട്ടിക്ക് വരാനാണെന്നാണല്ലോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അങ്ങനെ വിചാരിക്കുന്നതിൽ തനിക്ക് കുഴപ്പമുണ്ടോ? അതെന്താ? അത് വേറൊന്നല്ല, അന്ന് ശ്രുതിയുടെ ഇടപെടലിന് ശേഷം ആ പി എന്നോട് ഇതുവരെയായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ അപ്പോൾ അതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചത്? അതൊന്നല്ല, എൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അന്നത്തോടുകൂടി തീർന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ശ്രുതിക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ ശ്രുതി. അപ്പോൾ ചോദിക്കാൻ, എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത്? അത് സർപ്രൈസാണ്, കയ്യിൽ കിട്ടുമ്പോൾ അറിഞ്ഞാൽ മതി, നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ ഇപ്പോൾ? അപ്പോൾ ശ്രുതി പറയാണ്, കാണാലോ, എനിക്കും ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, അങ്ങനെ ആരോടെങ്കിലും എന്തിനാ സംസാരിക്കുന്നേ? മനസ്സ് തുറക്കുന്നെങ്കിൽ അത് എന്നോടായിക്കൂടെ, കേൾക്കാൻ ഞാൻ റെഡിയാണെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ചെറിയൊരു സന്തോഷത്തോട് കൂടിയിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഓരോന്നാലോചിച്ച് വിഷമിച്ച് നടക്കുന്ന രവീന്ദ്രനാണ് കേട്ടോ. രേവതിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. രേവതി ഇങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞത്, ഞാൻ എത്ര നാളിങ്ങനെ സഹിക്കണം അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചതും, പിന്നെ മാല പണയം വെച്ചതിനെക്കുറിച്ച് സച്ചിയുമായിട്ട് രേവതി വഴക്കിട്ടതും എല്ലാം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നടക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ നമ്മുടെ അശോകം വന്നിറങ്ങുവാണ്. കുറേ നേരം വിളിച്ചിട്ട് വിളി കേൾക്കാതെ അയപ്പശോകം ചോദിക്കുകയാണ്, എടാ നീ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? നീ എന്താ ആലോചിച്ച് നടക്കുക? ഇങ്ങനെ സ്ഥലകാലം മോതമില്ലാതെ ചിന്തിച്ച് നടക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? എന്ത് പറയാനാ അശോക? റിട്ടയർഡ് ആയി കഴിയുമ്പോൾ മക്കൾക്കും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടതാണ് ഞാൻ. പക്ഷെ ഇപ്പം എല്ലാം വെറുതെ ആയെന്നുള്ളൊരു തോന്നലാ. എന്താടാ, വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? മക്കളെ പ്രതീക്ഷക്കൊത്ത് വരാതെ ആവുമ്പോൾ ഏതൊരു അച്ഛനുണ്ടാവുന്ന നിരാശയുണ്ടല്ലോ, അതാ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റിയെന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ. സുധിയാണെങ്കിൽ മുഴുവൻ പണം കൊണ്ടുപോയി തുളച്ചിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. സച്ചിയാണെങ്കിലോ നല്ലൊരു ജീവിതം കിട്ടിയെന്ന് നശിപ്പിച്ച് വേറൊരു വഴിക്കും. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? സച്ചിമോൻ എന്ത് ചെയ്തു എന്നാ? എന്ത് പറയാൻ അശോക? അവനും രേവതിയുമായിട്ട് എന്നും വഴക്കാം. അപ്പോൾ അശോകൻ പറയണം, അതൊന്നും നീ കാര്യമാക്കണ്ട, പരസ്പരം മനസ്സിലാക്കാതെ കല്യാണം കഴിച്ചതല്ലേ, അല്ലാതെ ചില്ലറ പ്രശ്നമൊക്കെ ഉണ്ടാകും. പെട്ടെന്നുണ്ടായ മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കുന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രവി പറയാണ്, ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അവളുടെ വീട്ടിൽ നിന്ന് കൊടുത്തൊരു മാല ഉണ്ടായിരുന്നു, അത് പണയം വെച്ച് കള്ളു കുടിക്കില്ല പറഞ്ഞിട്ട് എന്നും രണ്ടാളും തമ്മിൽ വഴക്കാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അശോകൻ പറയാണ്, സച്ചിമോൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ എനിക്കറിയാം, പക്ഷെ മാല എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവൻ എന്ത് ചെയ്തിട്ടും പറയുന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നൊക്കെ അവൻ ഒഴിഞ്ഞു മാറുകയാണ്. കൃത്യമായിട്ട് ഒരു മറുപടിയും പറയുന്നില്ല.
അവർക്കിടയിലെ വഴക്കാണെങ്കിൽ കൂടി കൂടി വരികയാണ്. അതുകൊണ്ട് ആകെ ഒരു സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അശോകൻ പറയാണ്, സച്ചിമോനെ കുറിച്ച് ആലോചിച്ച് നീ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അവൻ്റെ മനസ്സിൻ്റെ വലിപ്പം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രേവതിക്ക് കുറച്ച് സമയമെടുക്കും. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തുകയോ തള്ളി പറയുകയോ ചെയ്യരുത്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ സ്വാർത്ഥരാകുമ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സത്യത്തിൽ അവൻ ത്യാഗം ചെയ്യുന്നവനാടാ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ. അപ്പോൾ രവീന്ദ്രൻ പറയണ, ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചിറങ്ങിയതാ. നീ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. അല്ല, ബിന്ദുവിന് ഇപ്പം എങ്ങനെയുണ്ട്? അവൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഉടനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. നീ എന്തായാലും സമയം കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാനൊക്കെ അശോകൻ പറയാണ് കേട്ടോ. അപ്പോൾ പറയാണ്, നിനക്കൊരാവശ്യം വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നീ അതൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ദൈവത്തെ പോലെ വന്ന് സഹായിച്ചത് കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഓ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം രവി. നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. നല്ല മനസ്സുള്ളവരെ ദൈവം പരീക്ഷിക്കും, പക്ഷെ കൈവിടില്ല. എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് സച്ചിയും രേവതി സന്തോഷത്തോടെ ജീവിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അശോകൻ തിരിച്ച് ഹോട്ടലിൽ കയറി പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അങ്ങനെ ശ്രുതിനെയും സുധീനെയാണ് കേട്ടോ. അപ്പോൾ അവരെ കാത്തിട്ട് ഇങ്ങനെ ഫ്രണ്ട് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കണേ, ഇത്ര നേരം എവിടെയായിരുന്നു? VIP-നെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അങ്ങനെ ശ്രുതിനെ പരിചയപ്പെടുത്തുവാണ് കേട്ടോ. ഇത്ര നേരം എവിടെയായിരുന്നു? അപ്പോൾ ശ്രുതി പറയുന്നത്, ഞങ്ങൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ബീച്ചിലൊക്കെ ഒന്ന് പോയി. ഓഹോ, VIP-യുടെ പേരെന്താന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താണ് കേട്ടോ ശ്രുതി. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ശ്രുതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരാൾ തന്നെ ഒരുപാട് തവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നാണത്തോടെ ഇരിക്കുകയാണ്. അവക്കടെ നാണം കണ്ടില്ലേ? ശ്രുതി സാറിനെ കണ്ടതിന് ശേഷം ഇവക്കടെ മുഖത്ത് ഇത്രയും ഭാവങ്ങളൊക്കെ മിന്നി തിളങ്ങാൻ തുടങ്ങിയത്. നിനക്ക് എന്ത് തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞ് നീ പോകുന്നില്ലേന്ന് ചോദിക്കാൻ കേട്ടോ ശ്രുതി. ഓഹോ, നീയാൾ കൊള്ളാലോ. നീ വീട്ടിലേക്കല്ലേ വരുന്നത്? ഇതിനുള്ള മറുപടി അപ്പം തരാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി പറയണം, അവൾ ഭയങ്കര വായാടിയാ. അപ്പോൾ ശ്രുതി പറയാൻ കേട്ടോ, വായാടി തരത്തിന് താനും മുട്ടും മോശമൊന്നുമല്ലല്ലോ. അടുത്ത പരിപാടി എന്താ നമ്മുടെ എന്ന് ചോദിക്കാണ്. ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുവാണ് കേട്ടോ. താനെന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ ഇനി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങുവാണ് കേട്ടോ ശ്രുതി. വായാടി എന്നുള്ള ചീത്തപ്പേര് മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ചതിക്കല്ലേ. കല പിടിക്കുന്ന മിണ്ടാപ്പൂച്ചകളെക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കലവിലാന്ന് മിണ്ടുന്നവരെയാന്നൊക്കെ പറയാൻ കേട്ടോ ശ്രുതി. എന്ന് വെച്ചാൽ എൻ്റെ സംസാരം കലവിലാന്നല്ലേ? അയ്യോ എൻ്റെ പൊന്നീശ്വരാ, ഇതിപ്പോൾ എന്ത് പറഞ്ഞാലും പ്രശ്നമാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ സംസാരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമാണെന്നാ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശ്രുതിക്കുന്ന ആണൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, ഇത്രയൊക്കെ പാവാണോ ശ്രുതി? ഞാൻ ചുമ്മാ ഒന്ന് വരട്ടിയതല്ലേ. ഞാനങ്ങനെ പെട്ടെന്ന് വരളുന്ന ടൈപ്പൊന്നല്ല, പക്ഷേ ഇപ്പോൾ എന്ത് ചെറുതായിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ പലിശക്കാരൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ പറയാണ്, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതാ. അപ്പോൾ എന്താണ് ഈ മാസത്തെ ക്യാഷൊക്കെ നീ അടച്ചല്ലോ, പിന്നെന്താ പ്രശ്നം? കറക്റ്റായിട്ട് ക്യാഷ് അടിക്കാതെ സാറിന് മുമ്പിൽ വന്നിരിക്കാൻ പറ്റില്ലല്ലോ. ഉള്ളത് പറയാലോ സച്ചി, നിന്നെപ്പോലെ കറക്റ്റായിട്ട് ക്യാഷ് അടിക്കുന്ന വേറൊരാളും എനിക്ക് കസ്റ്റമറായിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അയാൾ. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ വന്നത് എനിക്ക് കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ലോൺ ഒന്ന് ടോപ്പപ്പ് ചെയ്ത് തന്നാൽ മതി, ഒരു 75,000 രൂപ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അയാൾ പറയാണ്, ടോപ്പപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പലിശ കൂടും. അത് സാരമില്ല സാർ, അത്യാവശ്യമായതുകൊണ്ടാണ്. ശരി, നിൻ്റെ അക്കൗണ്ടൊന്നും ഞാൻ നോക്കുന്നില്ല, ചോദിച്ച ക്യാഷൊക്കെ ഞാൻ തരാം. പക്ഷേ നമ്മൾ തമ്മിൽ തെറ്റാതെ നീ നോക്കണം. അടവ് തെറ്റിയാൽ അറിയാലോ, ഞാനും ഇങ്ങോട്ട് എടുത്തിട്ട് പോരും. പിന്നെ നിന്നോടൊന്നും തോന്നാൻ പാടില്ല. സാറിൻ്റെ ജോലി സാറ് വെടിപ്പായിട്ട് ചെയ്യുന്നത് എനിക്കറിയാം. എന്തായാലും എൻ്റെ കാര്യത്തിൽ ആ ടെൻഷൻ വേണ്ട. എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ് സാറിൻ്റെ പിള്ളേർക്ക് തൊഴേണ്ടി വരില്ല എന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. അങ്ങനെ എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്ത ക്യാഷും വാങ്ങി സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രുതിക്ക് ഏത് മണമാണ് ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയാണ്, എന്നെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ഒരേ ഒരു മണമുള്ളൂ, അത് നോട്ടുകെട്ടിൻ്റെ മണമാണെന്ന് പറയാൻ കേട്ടോ. ആ മണം തരുന്നൊരു കിക്കുണ്ടല്ലോ, അത് ജീവിതത്തിൽ മറ്റൊന്നിനും അത് നൽകാൻ കഴിയില്ല. അങ്ങനെയാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശ്രുതി പറയാണ്, നമ്മൾ രണ്ടുപേരുടെ ടേസ്റ്റ് ഒരുപോലെ തന്നെയാണല്ലോ. ATM കൗണ്ടറിൽ നിന്ന് ക്യാഷ് ഉണ്ടെന്ന സൗണ്ട് കേൾക്കില്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നും. അത് നിൽക്കുമ്പോൾ വലിയ വിഷമാണ്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ ആദ്യമാണെന്നൊക്കെ തോന്നും കേട്ടോ. ചുമ്മാ ഭംഗിവാക്കെ പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? പണത്തിന് പണം തന്നെ വേണ്ടേ? ക്യാഷ് തരുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, നേരാ, ക്യാഷിന് ക്യാഷ് തന്നെ വേണം. മുമ്പ് എനിക്ക് നന്നായി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രണയിച്ച പെണ്ണ് പോലും എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ക്യാഷ് കൊണ്ടുപോയപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, പണത്തിന് സ്നേഹത്തെക്കാൾ വിലയുണ്ടെന്ന്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ ശ്രുതിയുടെ അടുത്ത് അടുപ്പം കാണിക്കുന്നവരെല്ലാം പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നാണോ? അതല്ല, പണമില്ലാത്ത എനിക്ക് സ്വന്തം വീട്ടിൽ പോലും വിലയില്ല. അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ ബന്ധങ്ങളുടെ അടിത്തറ കെട്ടിയിരിക്കുന്നത് പണം നൽകുന്ന കംഫർട്ടിലാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കാശിന് വേണ്ടി തന്നെയാണെന്ന് പറയാൻ കേട്ടോ.
പെട്ടെന്ന് ശ്രുതിയുടെ മുഖം ഇങ്ങനെ മാറുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കാൻ എന്താ താൻ പെട്ടെന്ന് അപ്സെറ്റ് ആയത്? അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഇപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കാണിക്കുന്ന അടുപ്പം എന്തിനു വേണ്ടിയിട്ടാ? ക്യാഷൊക്കെ വേണം, അത് നൽകുന്ന സുരക്ഷ സന്തോഷമൊക്കെ വേറെ തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ, ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? ശ്രുതിയുടെ വാല്യൂ മനസ്സിലാക്കാത്തവരെ കുറിച്ചിട്ട് ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കണം കേട്ടോ. അങ്ങനെ ഈ സീൻ തീരുവാണ്.